5 ഇഡി പരിശോധന. ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കൊച്ചിയിലെ പ്രധാന സ്വകാര്യ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. സംസ്ഥാനത്തെ 5 സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവിടെ വ്യാപകമായ പരിശോധന നടത്തിവരുന്നതും. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ ഇഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധനയുടെ പ്രധാന ലക്ഷ്യമെന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കേസിലെ മുഖ്യ പ്രതിയായ നജീബുമായി ബന്ധപ്പെട്ട പണമിടപാടുകളുടെ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നുകൊണ്ടാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പരിശോധന നടക്കുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നജീബിന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളെ ഈ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി തന്നെ വ്യാപിച്ചു കിടക്കുന്ന വൻ അവയവക്കടത്ത് ശൃംഖലയാണ് ഈ കേസിന് പിന്നിൽ എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സാമ്പത്തികമായി തന്നെ പിന്നോക്കം നിൽക്കുന്നവരെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ടുകൊണ്ട് വ്യാജ വാഗ്ദാനങ്ങൾ നൽകി അവയവദാനത്തിന് പ്രേരിപ്പിച്ച ശേഷം വളരെ കുറഞ്ഞ തുക നൽകി അവരുടെ അവയവങ്ങൾ വൻ തുകയ്ക്ക് വിൽപ്പന നടത്തി വരുന്നു എന്നതാണ് അന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നാണ് കേസിലെ പ്രധാന പ്രതിയായ നജീബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി തന്നെ നജീബിന്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യാജരേഖകൾ നിർമ്മിച്ചുകൊണ്ട് അവയവ കച്ചവടം നടത്തിയിരുന്നതായി തന്നെ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവയവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള രേഖകളിൽ കൃത്രിമത്വം കാണിക്കുകയും ദാതാക്കളുടെയും അല്ലെങ്കിൽ സ്വീകരിക്കുന്നവരും തമ്മിലുള്ള ബന്ധം വ്യാജമായി തന്നെ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് സംഘം നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തിയെന്നതിന്റെ ഏറ്റവും കൂടുതലായി തന്നെ ഈ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇഡി നടത്തുന്ന പരിശോധനയുടെ പണമിടപാടുകളുടെയും കൂടുതൽ വിവരങ്ങളും ആശുപത്രികളുമായുള്ള ബന്ധങ്ങളും പുറത്തു വരുന്നു എന്നതാണ്, അല്ലെങ്കിൽ പുറത്തു വരുമെന്ന പ്രതീക്ഷയാണ് വലിച്ചു പുലർത്തുന്നത്. അതേസമയം ബാങ്ക് അക്കൗണ്ടുകൾ, സാമ്പത്തിക രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവയും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. മനുഷ്യത്വത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഈ അവയവക്കടത്ത് കേസിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുമ്പോൾ പിന്നിൽ പ്രവർത്തിച്ച വൻ മാഫിയ ശൃംഖലയെക്കുറിച്ചുള്ള കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്നത്. അതേസമയം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ലക്ഷ്യമിട്ടുകൊണ്ട് വർഷങ്ങളായി തന്നെ പ്രവർത്തിച്ചു വരുന്ന വൻ അവയവകടത്ത് ശൃംഖലയാണ് ഇപ്പോൾ ഇവിടെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് നിയമവിരുദ്ധമായി തന്നെ അവയവ വ്യാപാരം നടത്തിയെന്ന ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നതും. സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിച്ചിരിക്കുന്ന ഈ കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമോ എന്നതാണ് സൂചനകൾ പുറത്തുവരുന്നത്. അവയവദാനത്തിന്റെ പേരിൽ നടന്ന തട്ടിപ്പുകളും അതിന് പിന്നിലെ തന്നെ സാമ്പത്തിക ഇടപാടുകളും ആശുപത്രികളുടെയും ഇടനിലക്കാരുടെയും പങ്കും സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ പുറത്തുവരുമോ എന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. അതേപോലെ നിയമവിരുദ്ധ അവയവ വ്യാപാര ശൃംഖലയെ പൂർണ്ണമായും തന്നെ തകർക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ നടത്തുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.